ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാമത്തെ ചാപ്റ്ററായ ഡിറ്റർമിനൻസ് ആണ്. സ്ക്വയർ മെട്രിക്സ് നമ്മൾ പഠിച്ചു. റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും ഒരുപോലെ വരുന്ന മെട്രിക്സിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ആ സ്ക്വയർ മെട്രിക്സിന് അസോസിയേറ്റഡ് ആയി വരുന്ന ഒരു യുണീക്ക് വാല്യൂവിനെയാണ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുക. ആ ഡിറ്റർമിനൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിറ്റ് എ അല്ലെങ്കിൽ മോഡുലസ് സിമ്പലിനകത്ത് എ എന്ന് കൊടുക്കാം. പക്ഷേ അത് മോഡുലസ് അല്ല, അത് വായിക്കേണ്ടത് ഡിറ്റർമിനൻറ്റ് എ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന യുണീക്ക് വാല്യൂ. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും ഒരുപോലെയാണ്. അപ്പോൾ 1/1 ഓർഡർ ആകാം, 2/2 ഓർഡർ ആകാം, 3/3 ഓർഡർ വേണേലും ആകാം. അപ്പോൾ അതിൽ ഇവിടെ എ എന്ന ഒരു മെട്രിക്സ് 2 1/1 ഓർഡർ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ ബി എന്ന വേറൊരു മെട്രിക്സ് 2/2 ഓർഡർ. അപ്പോൾ നമ്മൾ രണ്ട് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സ്ക്വയർ മെട്രിക്സിൻ്റെ ഒരു സെറ്റും റിയൽ നമ്പേഴ്സിൻ്റെ മറ്റൊരു സെറ്റും. അപ്പോൾ എം എന്ന സെറ്റിൽ വരുന്നത് ഏത് ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സ് വേണോ അതിനകത്ത് വരാം. ഇപ്പം 4 സ്ക്വയർ മെട്രിക്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എ, ബി, സി, ഡി. ആ എയും ബിയും സിയും ഡിയും ഒക്കെ ഏത് ഓർഡറിലുള്ള മെട്രിക്സ് വേണേലും ആകാം. അപ്പോൾ 6 എന്ന മറ്റൊരു സെറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഏതാ? റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് 6 എടുത്തിട്ടുള്ളത്. അപ്പോൾ എ എന്ന മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റിയൽ നമ്പർ കിട്ടും. അതുപോലെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു റിയൽ നമ്പർ കിട്ടും. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റിയൽ നമ്പർ കിട്ടും. അതുപോലെ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു റിയൽ നമ്പർ കിട്ടും. അപ്പോൾ ഏത് സ്ക്വയർ മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പർ നമുക്ക് കിട്ടും. അപ്പോൾ ആ റിയൽ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിറ്റർമിനൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതിനെ നമുക്കൊരു ഫങ്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. എം എന്ന സെറ്റിൽ നിന്ന് ആർ എന്ന സെറ്റിലോട്ടുള്ള ഫങ്ഷൻ. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്ക്വയർ മെട്രിക്സിൽ നിന്ന് റിയൽ നമ്പറിലോട്ടുള്ള ഒരു ഫങ്ഷനാണ്. എന്ന് പറയുമ്പോൾ സ്ക്വയർ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടും. അപ്പോൾ എൻട്രീസ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ആൻസർ റിയൽ ആയിരിക്കും, കോംപ്ലക്സ് ആണെങ്കിൽ ആൻസർ കോംപ്ലക്സ് നമ്പറും ആകാം. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് റിയൽ നമ്പേഴ്സാണ്. ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് ഒരു യുണീക്ക് റിയൽ നമ്പറിലോട്ട് അസോസിയേറ്റ് ചെയ്യാം. ആ യുണീക്ക് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിറ്റർമിനൻ്റ് എന്ന് പറയും. അപ്പോൾ എ എന്ന ഒരു മെട്രിക്സ് മെട്രിക്സ് 1 2 2 4. അപ്പോൾ ഇതിനെ നമുക്ക് 1 × 4 - 2 × 2 എന്ന് എഴുതാൻ പറ്റത്തില്ല, അത് തെറ്റാണ്. പക്ഷേ ഡിറ്റർമിനൻ്റ് എക്ക് മോഡുലസിൻ്റെ സിമ്പൽ കൊടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 1 × 4 - 2 × 2. ഇപ്പോൾ 4 - 2, അതിൻ്റെ ആൻസർ നമുക്ക് 4 - 4 ആണ്. അതിൻ്റെ ആൻസർ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. അപ്പോൾ ഇനി 1/1 ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. എ എന്ന മെട്രിക്സ് ഒറ്റ എലമെൻറ്റ് മാത്രമേ അതിനകത്ത് ഉള്ളൂ, മെട്രിക്സ് 4. അപ്പോൾ ഈ 4ന് ഒറ്റ നമ്പറേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന ആൻസറും ഏത് തന്നെയാണ്? 4 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ്
എ എന്ന് പറയുന്ന ആൻസർ ഏതായിരിക്കും? 4 ആയിരിക്കും. ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് 4. അപ്പോൾ 1/1 ഓർഡറിലുള്ള ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും സിമ്പൽ നമ്മൾ തിരിച്ച് മനസ്സിലാക്കുക, അത് മാറിപ്പോകരുത്. മെട്രിക്സിന് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റാണ് കൊടുക്കുക. ഡിറ്റർമിനൻ്റ് എന്ന് വരുമ്പോൾ മോഡുലസിൻ്റെ സിമ്പലാണ് നമ്മൾ ഡിറ്റർമിനൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിറ്റർമിനൻ്റ് 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 0 ആണെന്ന് എഴുതാം. ഇപ്പോൾ എന്ന മെട്രിക്സ് 0, അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 0. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി കൺഫ്യൂഷൻ വരുന്നത് ഉള്ളിൽ മൈനസ് നമ്പേഴ്സ് വരുമ്പോഴാണ്. എ എന്ന മെട്രിക്സ് -2. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എ = ഡിറ്റർമിനൻ്റ് -2. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരിക? -2 ആണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. ആ സിമ്പല് മോഡുലസ് സിമ്പലല്ല, അത് ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ 1/1 ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതുമ്പോൾ ആ ഉള്ളിലുള്ള നമ്പർ ഏതാണോ ആ നമ്പർ തന്നെ അതിൻ്റെ ആൻസർ. അപ്പോൾ എ എന്ന ഒരു സ്ക്വയർ മെട്രിക്സ്, ആ എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എ എന്ന എലമെൻറ്റ് മാത്രമാണെങ്കിൽ അതിൻ്റെ ആൻസർ എ ആണ്. അപ്പോൾ ഇനി നമ്മൾ 2/2 ഓർഡറിലുള്ള ഒരു ഡിറ്റർമിനൻ്റ് മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു. എ എന്ന മെട്രിക്സ് 1, 2, 2, 4. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ വരിക? ഡിറ്റർമിനൻ്റ് എ = 1 × 4 - 2 × 2. അപ്പോൾ 1 × 4ൻ്റെ ആൻസർ ഏതാ? 4 - 2 × 2 4 ആണ്. അപ്പോൾ 4 - 4 അതിൻ്റെ ആൻസർ 0. അപ്പോൾ മറ്റൊരു മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എ മെട്രിക്സ് 1, 0, 0, 1. ഇത് നമ്മളെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? ഡിറ്റർമിനൻ്റ് എ = 1 × 1 - 0 × 0. അപ്പോൾ 1 - 0 അതിൻ്റെ ആൻസർ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 1 ആണെന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ജനറലായിട്ട് ഒരു 2/2 ഓർഡറിലെ സ്ക്വയർ മെട്രിക്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. എ എന്ന സ്ക്വയർ മെട്രിക്സ് A11, A12, A21, A22. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഏതാ? ഡിറ്റർമിനൻ്റ് A11, A12, A21, A22. ഇത് നമ്മൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യേണ്ടത്? A11 × A22 - A21 × A12. അപ്പോൾ 2/2 ഓർഡറിലുള്ള നമ്മൾ പഠിച്ചു. ഇനി 3/3 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് നമ്മൾ ഡെൽറ്റ എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 3/3 ഓർഡറിലുള്ള ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 1, 2, 4, 1, 3, 0, 4, 1, 0. അപ്പോൾ ഇതിന് 3 റോയും 3 കോളവും നമുക്ക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ഏതാ? 1. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ 1 ഉള്ള കോളവും റോയും ഒഴിവാക്കാം. ബാക്കിയുള്ള ഡിറ്റർമിനൻ്റ് 2/2 ഓർഡറിലുള്ള ഡിറ്റർമിനൻ്റ് അപ്പോൾ ഏതാ കിട്ടുക? 1 × ഡിറ്റർമിനൻ്റ് 3, 0, 1, 0. ഐഡിയ മനസ്സിലായല്ലോ? 1 × 1 ഉള്ള കോളവും റോയും കളയുന്നു. ബാക്കിയുള്ള 2/2 ഓർഡറിലുള്ള ഡിറ്റർമിനൻ്റ് -2 × ആ 2 ഉള്ള കോളവും റോയും ഒഴിവാക്കുന്നു. ബാക്കിയുള്ള എലമെൻറ്റ്സ് അപ്പോൾ അവിടെ ഏതൊക്കെയാണ് വരിക? 1, 0, 4, 0.
അപ്പോൾ 2 ഇൻറ്റു 2 ഉള്ള കോളവും റോയും ഒഴിവാക്കുന്നു. ബാക്കി ഡിറ്റർമിനൻറ്റ് ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 0 4 0 പ്ലസ് 4 ഇൻറ്റു ആ 4 ഉള്ള കോളവും റോയും നമ്മൾ ഒഴിവാക്കുന്നു. ബാക്കി നമുക്ക് കിട്ടുന്ന ഏതാ 1 3 4 1. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സിമ്പിൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് 1ന് നമ്മൾ ഏത് സൈനാണ് കൊടുത്തത്? പ്ലസ്. അടുത്ത് നമ്മൾ മൈനസ്. വീണ്ടും നമ്മൾ ഏത് കൊടുത്തു? പ്ലസ്. അപ്പോൾ ഇത് ആ പൊസിഷൻ്റെ സൈനിനെയാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 2/2 ഓർഡറിലുള്ളത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാം. 3 ഇൻറ്റു 0 0 വരും, -0. അതുപോലെ 2 ഇൻറ്റു 0 -0, 4 ഇൻറ്റു 1 -12. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഏതാ കിട്ടുക? -44. അപ്പോൾ ജനറലായിട്ട് ഉള്ള ഡിറ്റർമിനൻറ്റ് A11, A12, A13, A21, A22, A23, A31, A32, A33. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ A11 ഇൻറ്റു ആ A11 ഉള്ള കോളവും റോയും ഒഴിവാക്കുന്നു. ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ് മൈനസ് A12 ഇൻറ്റു ആ A12വിൻ്റെ കോളവും റോയും ഒഴിവാക്കുന്നു. ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ് പ്ലസ് A13 ഇൻറ്റു ആ A13 ഉള്ള കോളവും റോയും ഒഴിവാക്കുന്നു. ബാക്കിയുള്ള ഡിറ്റർമിനൻറ്റ്. അപ്പോൾ നമുക്കിവിടെ ഏതാ കിട്ടുക? A11 ഇൻറ്റു A22 A33 മൈനസ് A32 A23 മൈനസ് A12 ഇൻറ്റു A21 A33 മൈനസ് A31 A23 പ്ലസ് A13 ഇൻറ്റു A21 A32 മൈനസ് A31 ഇൻറ്റു A22. അപ്പോൾ ഇനി നമുക്ക് അന്നേരം സംശയം വരാം, സെക്കൻഡ് റോ വെച്ച് ചെയ്തൂടെ, തേർഡ് റോ വെച്ച് ചെയ്തൂടെ എന്നൊക്കെ നമുക്ക് സംശയങ്ങൾ വരാം. ഏത് റോ വെച്ചും ഏത് കോളം വെച്ചും നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഏത് റോ വെച്ചും ഏത് കോളം വെച്ചും നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ഏത് റോ വെച്ചാ? ഫസ്റ്റ് റോ വെച്ചാണ് നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആ പൊസിഷൻ്റെ സൈൻ ഏതാണെന്ന് മനസ്സിലാക്കുക. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തപ്പോൾ ആദ്യം ഇത് പ്ലസ് കൊടുത്തു, രണ്ടാമത് മൈനസ് കൊടുത്തു, മൂന്നാമത്തതിന് പ്ലസ് കൊടുത്തു, ഫസ്റ്റ് റോ. അപ്പോൾ ആ സൈൻ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ A11. ആ A11ൽ 1 + 1 2. അപ്പോൾ നമുക്ക് ഏതാ കിട്ടുക? ഈവൻ. അപ്പോൾ -1/2ൻ്റെ ആൻസർ ചെയ്താ +1. ഇനി A12. അപ്പോൾ 1 + 2 3. അപ്പോൾ -1/3. അപ്പോൾ ഏതാ കിട്ടുക? മൈനസ്. അപ്പോൾ ജനറലായിട്ട് Aij എന്ന എലമെൻറ്റിൻ്റെ സൈൻ എന്ന് പറയുന്നത് -1/i + j. അപ്പോൾ i + jയുടെ ആൻസർ ഈവൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവായിരിക്കും. i + jയുടെ ആൻസർ ഓഡാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് മൈനസ് ആയിരിക്കും. അപ്പോൾ A11 പ്ലസ് കിട്ടി, A12 മൈനസ് കിട്ടി, A13 പ്ലസ് ആയി. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഡിറ്റർമിനൻ്റ് കൺസിഡർ ചെയ്യുന്നു. 1 2 4 1 3 0 4 1 0. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു? സെക്കൻഡ് റോ. അപ്പോൾ സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ A21 ആണ് ഫസ്റ്റ് എലമെൻറ്റ് വരിക. A21ൽ 2 + 1 ഏതാ? 3. അപ്പോൾ അവിടുത്തെ സൈൻ ഏതാ? മൈനസ്. അപ്പോൾ -1 ഇൻറ്റു -1 ഉള്ള കോളവും റോയും ഒഴിവാക്കുന്നു. ബാക്കി നമുക്ക് ഏതൊക്കെയാണ് കിട്ടുക? 2 4 1 0 പ്ലസ് 3. അടുത്ത സൈൻ നമുക്ക് പ്ലസ് വരുന്നത് 2 2 2 2 വരുമ്പോൾ 2 + 2 4. ഇപ്പോൾ +3 ഇൻറ്റു 1 4 4 0.
ലാസ്റ്റ് എലമെൻറ്റ് മൈനസ് 0 ഇൻറ്റു 0 ഉള്ള കോളവും റോയും ഒഴിവാക്കുന്നു. ബാക്കി 1 2 4 1. ബാക്കി നമുക്ക് 2/2 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാം. അന്നേരം നമുക്ക് ഏത് ആൻസർ കിട്ടുക? -44. അപ്പോൾ അടുത്ത് നമ്മൾ ഏത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു? തേർഡ് കോളം C3 വെച്ച് നമ്മൾ നോക്കുന്നു. അപ്പോൾ C3 എന്ന് പറയുമ്പോൾ C3യിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 4 0 0. അപ്പോൾ ഏത് റോ വെച്ചും ഏത് കോളം വെച്ചും എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൂടുതൽ 0 ഉള്ള റോയോ കോളവോ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. അന്നേരം നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ A13 C3 കോളം എടുക്കുമ്പോൾ തേർഡ് കോളം നമ്മൾ എടുക്കുമ്പോൾ അതിലെ ഫസ്റ്റ് എലമെൻ്റ് ഏതാ? 4. 4ൻ്റെ സൈൻ ഏതാ വരിക? പോസിറ്റീവ്. കാരണം 1 3 1 + 3 ഏതാ? 4. അപ്പോൾ 4 ഈവൻ നമ്പറാണ്. അപ്പോൾ സൈൻ പോസിറ്റീവാണ്. 4 ഇൻറ്റു 4 ഉള്ള കോളം റോയി ഒഴിവാക്കുന്നു. ബാക്കി -1 3 4 1. ബാക്കി താഴോട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ രണ്ടും 0യാണ്. അപ്പോൾ -0 ഇൻറ്റു കോളം റോയി ഒഴിവാക്കി ആൻസർ കിട്ടിയാലും ആൻസർ ഏത് തന്നെയാണ്? 0 + 0 ഇൻറ്റു അടുത്ത ഡിറ്റർമിൻ്റെ ആൻസർ നമുക്ക് ഏത് തന്നെയാണ് കിട്ടുക? 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ആൻസർ എത്ര കിട്ടും? 4 ഇൻറ്റു -1 -12 ദാറ്റ് ഈസ് -52. അപ്പോൾ നമ്മൾ 3/3 ഓർഡറിലുള്ള ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഓരോ എലമെൻറ്റിൻ്റെയും പൊസിഷൻ്റെ സൈനാണ്. പിന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എ എന്ന ഒരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0യാണ്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 വരുന്ന ഒരു മെട്രിക്സ് ആണ് ഇത്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള എലമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയേ. നമുക്ക് ഏതാ കിട്ടുക? നമ്മളിവിടെ ഫസ്റ്റ് റോ വെച്ചാണ് ഇത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റോ വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. അന്നേരം 0 ഇൻറ്റു 0 + 4 -1 ഇൻറ്റു 0 - 6 + 3 ഇൻറ്റു -2 - 0. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? 0 ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഒരു 3/3 ഓർഡറിലുള്ള ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 0 ആണെന്ന് കിട്ടി. അപ്പോൾ 3/3 ഓർഡറിലുള്ള മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് അറിയാം. സ്ക്യൂ സിമെട്രിക്കിൻ്റെ പ്രോപ്പർട്ടി അറിയാം. ഡയഗണൽ എലമെൻറ്റ്സ് പോയിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് A21ഉം A12ഉം ഡിഫറൻറ്റ് സൈനായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് 2/2 ഓർഡറിലുള്ള ഒരു സ്ക്യൂ സിമെട്രിക്ക് നോക്കിയാലോ. ഏതാ കിട്ടുകയെന്ന് നോക്കിയേ. ഡയഗണൽ 0 ആണ്. മറ്റേ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2 1 എലമെൻറ്റ് -1ഉം 1 2 എലമെൻറ്റ് 1ഉമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എത്രയാണ് കിട്ടുക? 0 ഇൻറ്റു 0 -1 ഇൻറ്റു 1. അപ്പോൾ 0 + 1 ആൻസർ 1. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഓർഡർ 3യിലെ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ ആൻസർ ചെയ്ത ഡിറ്റർമിൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഡിറ്റർമിൻ വാല്യൂ 0 ആകുന്ന ഒരു 3/3 ഓർഡറിലുള്ള നോൺ സീറോ മെട്രിക്സ് എഴുതാൻ വേണ്ടി നമുക്ക് ചോദിക്കാം. ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് എഴുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ എഴുതാൻ വളരെ എളുപ്പമാണ്. 3/3 ഓർഡറിലുള്ള ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഡിറ്റർമിൻ വാല്യൂ കണ്ടുപിടിക്കാം. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. ബാക്കി എലമെൻറ്റ്സ് നമ്മൾ എഴുതുമ്പോൾ AIJയും AJIയും തമ്മിൽ ഒരു സൈൻ ചേഞ്ച് ഉണ്ടായിരിക്കും. ഇപ്പോൾ A21 ഏതാ? -1. അപ്പോൾ
നമ്മളിപ്പോൾ ഇവിടെ എഴുതിയതാ A12 1 എഴുതി. അപ്പോൾ A21 എത്രയായിരിക്കും? -1. A13 -2. അപ്പോൾ A31 എന്ന് പറയുന്നത് 2. അതുപോലെ A23 നമ്മൾ ഏതെഴുതി? 3. അപ്പോൾ A32 എന്ന് പറയുന്നത് -3. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 ആണ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 1/1 ഓർഡർ ആണെങ്കിൽ ആൻസർ അത് തന്നെ ആയിരിക്കും, അതിനകത്തുള്ള എലമെൻ്റ് ആയിരിക്കും. 2/2 സിംപ്ലിഫൈ ചെയ്യാൻ പഠിച്ചു. 3/3യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഉള്ളൂ. ആ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് റിയൽ നമ്പർ വേണേലും ആകാം, കോംപ്ലക്സ് നമ്പർ വേണേലും ആകാം. ഇപ്പോൾ 3/3 ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സിന് 6 വേസിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 3 റോ വെച്ചും 3 കോളം വെച്ചും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇനി ഓഡ് നമ്പർ ഓർഡറുള്ള ഒരു സ്ക്യൂസിമെട്രിക് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി നിങ്ങൾ ഒരു ഡിറ്റർമിനൻ്റ് ഞാൻ ക്വസ്റ്റ്യൻ തരുന്നു. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പോൾ ഇതിൻ്റെ ഹോംവർക്ക് ഞാൻ ഇട്ട് തരാം നിങ്ങൾക്ക്. നിങ്ങളത് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടിയും കൂടുതൽ സിംപ്ലിഫിക്കേഷനൊക്കെ പഠിക്കാം. താങ്ക് യു.